ഒരുപക്ഷെ വി എസിൻ്റെ മകൻ മത്സരിക്കുകയാണെങ്കിൽ പോലും അത് കുടുംബവാഴ്ച അല്ലെങ്കിൽ അത് അങ്ങനെ പറയാം. കാരണം വി എസിൻ്റെ മകന് ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിൽ അടിത്തട്ട് മുതൽ പ്രവർത്തിച്ചു വരികയോ ചെയ്തൊരു പാരമ്പര്യം ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പി കെ ശാമയുടെ കാര്യത്തിൽ അങ്ങനെ 100% പറയാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം 86 തന്നെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതിനുശേഷം എന്താകുന്നു ലോക്കൽ, അതുപോലെ തന്നെ ഏരിയ, അങ്ങനെ ഓരോ തലത്തിലും പ്രവർത്തിച്ചാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നത്, സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിലെത്തുന്നത്. വിവാഹശേഷം മൊറാളികൾക്ക് വന്നതിന് ശേഷവും അവർ പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമാണ്. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അവരിങ്ങനെ തുടങ്ങുകയാണ്. അതിനുശേഷമാണ് ജില്ലാ കമ്മിറ്റിയിലെത്തുന്നത്. അതിന് സമാന്തരമായിട്ട് മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ദേശീയ തലത്തിലേക്ക് വരെ അതിൻ്റെ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോകുന്നു. ആ രീതിയിൽ അവർക്കൊരു പ്രവർത്തന പാരമ്പര്യമുണ്ട്. നമുക്ക് പി കെ ശ്യാമളയുടെ അവർക്ക് ജനകീയതയില്ലായ്മയോ ഒക്കെ ചോദ്യം ചെയ്യാം. അവർ മത്സരിച്ചാൽ പാർട്ടിക്ക് തിരിച്ചടി നേരിടുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷേ അത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന സീറ്റാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം മാറുന്നത് കൊണ്ട് കൊടുക്കുന്ന സീറ്റാണോ എന്നോ പറയുന്നതിൽ അത്രത്തോളം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരും സമാന്തരമായ രീതിയിൽ തന്നെ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു വന്നത്. SFIയിലെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. 86 SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രവർത്തന പാരമ്പര്യോടെ കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ അവർ പ്രവർത്തിച്ചു വന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ തന്നെ നമുക്ക് അവരെ വിലയിരുത്തേണ്ടി വരും. പക്ഷേ അവിടുത്തെ അണികൾക്കുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ അത് ആന്തൂരടക്കമുള്ള വിഷയങ്ങളിലുണ്ടായിരുന്ന പ്രശ്നമുണ്ട്. അന്ന് CPMൻ്റെ അകത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നിരുന്നു. അവരെ ഒരു ഘട്ടത്തിൽ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ ആ രീതിയിലുള്ള വിമർശനം അത് ശക്തമായിട്ട് ഉയർത്തുകയും മറ്റും ചെയ്യാം. പക്ഷേ അപ്പോഴും ഒരു കുടുംബാധിപത്യം എന്നുള്ള പോയിന്റിലേക്ക് വരുമ്പോഴാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഒരു കുടുംബാധിപത്യം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഭാര്യ ഭർത്താവ് ഉള്ളത് കൊണ്ട് ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ ഭർത്താവ് ഒഴിയുന്നത് കൊണ്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്ന സീറ്റാണെന്നുള്ള അഭിപ്രായം പറയുമ്പോൾ അവരല്ലെങ്കിൽ ഒരു തരത്തിലും ആ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്തതോ, മഹിളാ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതെന്താ ആ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയല്ലേ?